ബഹിരാകാശ കേന്ദ്രത്തിൽ 287 ദിവസം തങ്ങേണ്ടി വന്ന സുനിത വില്യംസിനും വിൽമോറിനും ഇനി 45 ദിവസം കരുതൽ വാസമാണ്. ഭൂമിയുടെ ഗുരുത്വബലവുമായി ഇവരുടെ ശരീരം പൊരുത്തപ്പെടാനുള്ള പരിശീലനം ഈ സമയത്ത് നൽകും. ബഹിരാകാശത്തു നിന്ന് എത്തിയ ഇവരെ നടക്കാൻ ബുദ്ധിമുട്ടാകുമെന്ന സാധ്യത പരിഗണിച്ച് സ്ട്രക്ചറിലാണ് കൊണ്ടുപോയത്. ഒരാഴ്ച നീളുന്ന ദൗത്യത്തിനായി കഴിഞ്ഞ വർഷം ജൂണിലാണ് ഇവർ ബഹിരാകാശത്തേക്ക് പോയത്. പേടകത്തിന് തകരാർ സംഭവിച്ചതോടെ ഇവർ അവിടെ കുടുങ്ങുകയായിരുന്നു. വർഷങ്ങളോളം ആരോഗ്യപരമായ പല പ്രശ്നങ്ങളും ഇവർ നേരിടേണ്ടി വരുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഒരുപക്ഷെ ക്യാൻസർ ബാധയ്ക്കുള്ള സാധ്യത പോലും തള്ളിക്കളയാനാകില്ല എന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. സുനിതയ്ക്ക് 59ഉം വിൽമോറിന് 62ഉമാണ് പ്രായം. അമേരിക്കയിലെ ഹൂസ്റ്റണിലുള്ള നാസയുടെ ജോൺസൺ സ്പേസ് സെന്ററിൽ ഇരുവരും വിശദമായ പരിശോധനകൾക്ക് വിധേയരാകും. ഇവർ ബഹിരാകാശത്തുണ്ടായിരുന്ന സമയത്ത് തന്നെ ഇവരുടെ രൂപത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു. ശരീരഭാരം വല്ലാതെ കുറഞ്ഞിരുന്നു. ബഹിരാകാശ വാഹനത്തിനുള്ളിൽ ഇവർ കഴിഞ്ഞ സമയത്ത് തലയിൽ വലിയ തോതിലുള്ള രക്തസമ്മർദ്ദം ഉയർന്നത് ഇവരുടെ കാഴ്ചയെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സ്പേസ് ഫ്ലൈറ്റ് അസോസിയേറ്റഡ് ന്യൂറോ ഒക്യുലർ സിൻഡ്രോം എന്നാണ് ഇതിനെ വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത്. നേരത്തെയും ബഹിരാകാശത്ത് പോയ ചിലർക്ക് ഈ പ്രശ്നമുണ്ടായിട്ടുണ്ട്. ഏറെ നാൾ ബഹിരാകാശത്ത് അനങ്ങാൻ കഴിയാതെ ഇരുന്നത് കാരണം ഇവരുടെ ശരീരത്തിലെ മസിലുകൾ ദുർബലമായിരിക്കും. ഇതിനെ മറികടക്കാനാണ് ബഹിരാകാശ സഞ്ചാരികൾ 2 മണിക്കൂർ വ്യായാമം ചെയ്യണമെന്ന കാര്യം നിർബന്ധമാക്കിയിരിക്കുന്നത്. എന്നാൽ ഇരുവരുടെയും ശരീരഭാരവും നന്നായി കുറഞ്ഞിട്ടുണ്ട്. സുനിതയുടെ ചിത്രങ്ങളിൽ അവരുടെ കൈത്തണ്ടയുടെ വണ്ണം വല്ലാതെ കുറഞ്ഞതായി കാണാൻ കഴിയും. ബഹിരാകാശ യാത്രയ്ക്ക് മുൻപുള്ളതിനേക്കാൾ ഇവരുടെ മുടി നരച്ചതായും കാണാം. മുഖത്തെ ചുളിവുകളും കാണാം. സുനിതയുടെ ശരീരം കൂടുതൽ മഞ്ഞ നിറത്തിൽ കാണുന്നത് അവരുടെ കരളുകൾക്ക് തകരാർ ഉണ്ട് എന്നതിന്റെ സൂചനയായും കണക്കാക്കാം. 9 മാസക്കാലം ബഹിരാകാശത്ത് കുടുങ്ങിപ്പോയ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും വഹിച്ചുകൊണ്ടുള്ള സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ 9 പേടകം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഇന്നലെയാണ് പതിച്ചത്. പുലർച്ചെ 3:40 കൂടിയിട്ടാണ് ആ ഒരു നിമിഷങ്ങൾ ഏറെ ആകാംക്ഷയോടെയാണ് ലോകം കണ്ടിരുന്നത്. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഗൾഫ് ഓഫ് അമേരിക്കയിൽ വന്നിറങ്ങിയ ബഹിരാകാശ യാത്രികരെ ആദ്യം സ്വാഗതം ചെയ്തത് മനുഷ്യരല്ല, മറിച്ച് ഒരു പറ്റം ഡോൾഫിനുകളാണ്. ഇപ്പോൾ അവർ വന്നിറങ്ങുന്നതിന്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ എല്ലായിടത്തും സോഷ്യൽ മീഡിയയിലടക്കം വൈറലാവുകയാണ്. റിക്കവറി പ്രവർത്തനങ്ങൾക്കിടെ ക്യാപ്സ്യൂളിന് ചുറ്റും ഡോൾഫിനുകൾ നീന്തി തുടിക്കുന്ന കാഴ്ച ഏറെ കൗതുകമുണർത്തുകയും ചെയ്തു. ഇതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഡോൾഫിനുകൾ ഡ്രാഗൺ ക്യാപ്സ്യൂളിന് സമീപത്തേക്ക് എത്തിയതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. അവയുടെ പ്രത്യേക സ്വഭാവ സവിശേഷതയാണത്. ജീവികളിൽ ഏറ്റവും ബുദ്ധിയുള്ള കൂട്ടത്തിൽപ്പെടുന്നവരാണ് ഡോൾഫിനുകൾ. ഇവയുടെ സ്വഭാവവും പെരുമാറ്റ രീതികളും ജന്തുശാസ്ത്ര ലോകത്തെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ചുറ്റുമുള്ളതിനെയൊക്കെ ഏറെ കൗതുകത്തോടെ നോക്കിക്കാണുന്നവയാണ് ഡോൾഫിനുകൾ. പുതുതായി എന്തെങ്കിലും ഒരു വസ്തു കണ്ണിൽപ്പെട്ടാൽ അത് എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ജിജ്ഞാസ അവയുടെ പൊതു സ്വഭാവമാണ്. ഡ്രാഗൺ ക്രൂ 9 പേടകം സമുദ്രത്തിൽ പതിച്ച നിമിഷം തന്നെ അത് കാണാൻ ഡോൾഫിൻ കൂട്ടങ്ങൾ എത്തി എന്നതിന് പിന്നിലെ കാരണവും മറ്റൊന്നുമല്ല. ബോട്ടുകൾക്ക് തൊട്ടടുത്തുകൂടി ഡോൾഫിനുകൾ നീന്തുന്നതും കടലിൽ ഇറങ്ങുന്ന നീന്തൽക്കാർക്ക് സമീപത്തേക്ക് എത്തുന്നതും പുതിയ കാര്യങ്ങൾ കണ്ടെത്താനുള്ള കൗതുകം കൊണ്ടാണ്. എന്നാൽ ഈ കൗതുകം കൊണ്ട് തീരുന്നതല്ല ഡോൾഫിനുകളുടെ ഈ ഒരു പ്രത്യേകമായിട്ടുള്ള സ്വഭാവ രീതി. മറ്റുള്ളവയോട് ഏറെ സൗഹൃദപരമായി പെരുമാറാനും കൂട്ടമായി സമയം പങ്കിടാനും ആഗ്രഹിക്കുന്നവയാണ് അവ. പരസ്പരം ആശയവിനിമയം നടത്താനുള്ള മാർഗങ്ങൾ പോലും ഡോൾഫിനുകൾ കണ്ടെത്തിയിട്ടുണ്ട്. പലതരം ശബ്ദങ്ങൾ, വിസിലുകൾ, ശരീരചലനങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് ഇവ ആശയവിനിമയം നടത്തുന്നത്. അതേസമയം 8 ദിവസത്തേക്ക് ബഹിരാകാശത്ത് പോയ സുനിത വില്യംസും വിൽമോറും മടങ്ങിയെത്തുന്ന 9 മാസം കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ പലരും അന്വേഷിക്കുന്നത് ഇവർക്ക് എത്ര കോടി രൂപ ഇതിനായി പ്രതിഫലവും നഷ്ടപരിഹാരവും ലഭിക്കുമെന്നൊക്കെയാണ്. എന്നാൽ പൊതുവെ നമ്മൾ കരുതുന്നത് പോലെ ശതകോടികളൊന്നും തന്നെ ഇവർക്ക് പ്രതിഫലമായി ലഭിക്കില്ല. താരതമ്യേന ചെറിയ തുകയാണ് ഇവർക്ക് ലഭിക്കുക എന്നതാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നാസയുടെ രീതി അനുസരിച്ച് ബഹിരാകാശ യാത്രികർക്ക് ഓവർ ടൈം ആനുകൂല്യങ്ങളൊന്നുമില്ലാതെ സാധാരണ ശമ്പളം മാത്രമാണ് ലഭിക്കുന്നതെന്നും നാസ ബഹിരാകാശ യാത്രികയായ കാഡി കോൾമാൻ പറയുന്നു. പ്രതിദിനം ചെറിയ തുകയാണ് ശമ്പളമായി ലഭിക്കുന്നത്. തനിക്ക് ഇത് ദിവസം $4 ആയിരുന്നു. ബഹിരാകാശ യാത്രയിൽ ഏതൊരു ഫെഡറൽ ജീവനക്കാരന് ലഭിക്കുന്നത് പോലുള്ള ശമ്പളമാണ് ബഹിരാകാശ യാത്രികർക്കും ലഭിക്കുന്നത്. ഓവർടൈം ആനുകൂല്യമൊന്നുമില്ല. അവരുടെ ഗതാഗതം, താമസം, ഭക്ഷണം തുടങ്ങിയവ നാസയാണ് കൈകാര്യം ചെയ്യുന്നത്.
നാസയുടെ ശമ്പള സ്കെയിലിൽ ഉയർന്ന റാങ്കായ GS-15 സുനിത വില്യംസ് ബുച്ച് വിൽമോറും ഉൾപ്പെടുന്നത്. ലഭിച്ച വിവരപ്രകാരം ഇവരുടെ അടിസ്ഥാന ശമ്പളം പ്രതിവർഷം $1,25,133 മുതൽ $1,62,672 അതായത് ഏകദേശം $1,08,00,000 മുതൽ $1,41,00,000 രൂപ വരെയാണ് രണ്ടുപേരുടെയും ശരാശരി ശമ്പളം. $93,850 മുതൽ $1,22,004 ഏകദേശം $81,00,000 മുതൽ $1,05,00,000 രൂപ വരെയാണിത്. $1,148 യാത്രാ ഭത്ത കൂടി ചേർത്താൽ അവരുടെ മൊത്ത വരുമാനം $94,998 $1,23,152 ഏകദേശം $82,00,000 മുതൽ $1,06,00,000 രൂപ വരെ ഇടയിലായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസ് ബുച്ച് വിൽമോറും തിരികെ ഭൂമിയിലെത്തിയതിന് പിന്നാലെ മുൻ പ്രസിഡന്റ് ജോ ബൈഡനെ കുറ്റപ്പെടുത്തി US രംഗത്ത് വരുന്നുണ്ട്. ബൈഡൻ ഭരണകൂടത്തിന്റെ നിരുത്തരവാദപരമായ സമീപനമാണ് ബഹിരാകാശ യാത്രികരുടെ തിരിച്ചുള്ള മടക്കം ഇത്രയും നീളാൻ കാരണമെന്ന് US പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് പറഞ്ഞു. ട്രംപ് ഭരണകൂടത്തിന് കീഴിലെ ചരിത്രപരമായ ദൗത്യമായിരുന്നു സുനിതയുടെയും സംഘത്തിന്റെയും മടക്കയാത്രയെന്നും അവർ വ്യക്തമാക്കി. ബഹിരാകാശ യാത്രികരുടെ തിരിച്ചുവരവിൽ ബൈഡൻ ഭരണകൂടം വേഗത കാണിച്ചില്ല. നിർണായക തീരുമാനമെടുക്കാനുള്ള ജോ ബൈഡന്റെ ധൈര്യക്കുറവ് കാരണമാണ് സുനിതയ്ക്കും ബുച്ച് വിൽമോറിനും ഇത്രയും ദിവസം അവിടെ നിൽക്കേണ്ടി വന്നത്. പക്ഷേ ട്രംപ് ഒരിക്കലും സമയം പാഴാക്കിയില്ല. അധികാരമേറ്റതിന് പിന്നാലെ തന്നെ ധീരശാലികളായ ബഹിരാകാശ യാത്രികരെ തിരികെ എത്തിക്കാനായി നാസയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ഇലോൺ മസ്കിനും സ്പേസ് എക്സിനും ട്രംപ് നിർദ്ദേശം നൽകി. ട്രംപ് നാസ മേധാവിയെയും ഇലോൺ മസ്കിനെയും നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ വേഗത്തിലാക്കാൻ ആവശ്യപ്പെട്ടെന്നും കരോലിൻ ലെവിറ്റ് പറഞ്ഞു. നാസയുടെ ആക്ടിംഗ് അഡ്മിനിസ്ട്രേറ്ററെ വിളിച്ച് ബഹിരാകാശ യാത്രികരെ എത്രയും പെട്ടെന്ന് നാട്ടിൽ തിരിച്ചെത്തിക്കാനായി പ്രവർത്തിക്കണമെന്നും ട്രംപ് പറഞ്ഞെന്നും ലെവിറ്റ് പറഞ്ഞു. ട്രംപിന്റെ നിർദ്ദേശപ്രകാരം വേഗത്തിൽ തന്നെ ബഹിരാകാശ യാത്രികരെ തിരികെ എത്തിക്കാനായി പ്രവർത്തനം നടത്തിയെന്ന് നാസയുടെ ആക്ടിംഗ് അഡ്മിനിസ്ട്രേറ്റർ ജാനറ്റ് പെട്രോ ഇന്നലെ പറഞ്ഞിരുന്നു. ഈ ദൗത്യത്തിൽ ബോയിങ്ങിനുണ്ടായ ഏറ്റവും വലിയ തിരിച്ചടി തങ്ങളുടെ പേടകത്തിൽ യാത്ര തിരിച്ച സഞ്ചാരികളെ തിരികെ എത്തിക്കാൻ എതിരാളിയായ സ്പേസ് എക്സിന്റെ പേടകം തന്നെ വേണ്ടി വന്നു എന്നതാണ്. ബഹിരാകാശ നിലയത്തിലേക്കുള്ള സ്പേസ് ഷട്ടിൽ യാത്രകൾ നിർത്തലാക്കിയതോടെ ഏറെക്കാലം റഷ്യയുടെ സോയുസ് പേടകത്തെ വിക്ഷേപണങ്ങൾക്കായി ആശ്രയിച്ച അമേരിക്ക പേടകം നിർമ്മിക്കാൻ സ്വകാര്യ കമ്പനികളെ ഏൽപ്പിക്കാനായി തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ 2014 നാസയുടെ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാമിന്റെ ഭാഗമായി കരാർ ലഭിച്ച കമ്പനികളാണ് ബോയിങ്ങും സ്പേസ് എക്സും. വ്യോമയാന രംഗത്ത് പരിചയസമ്പന്നരായ ബോയിങ്ങിന് CST-100 സ്റ്റാർലൈനർ പേടകം നിർമ്മിക്കാൻ കരാർ തുകയായി $36,458 കോടി രൂപയുടെ കരാർ നൽകിയപ്പോൾ ഈ രംഗത്തെ നവാഗതരായ സ്പേസ് എക്സിനെ ക്രൂ ഡ്രാഗൺ പേടകം നിർമ്മിക്കാൻ $22,559 കോടി രൂപയുടെ കരാറാണ് നൽകിയത്. 2014 കരാർ ലഭിച്ച സ്റ്റാർലിങ്ക് മുൻകൂട്ടി നിശ്ചയിച്ച പോലെ 2019 ഡിസംബറിൽ ക്രൂ ഡ്രാഗൺ പേടകത്തിന്റെ ആദ്യ ആളില്ലാ പരീക്ഷണ വിക്ഷേപണം വിജയകരമായി നടത്തി.